പള്ളിക്കര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ കുടുംബ യൂണിറ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ യോഗം പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിൻ്റെ രാജ്യം വരണമേ. നിൻ്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനയം ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജശക്തിയും മഹത്വവും നീക്കി നിനക്കളാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ളവനെയും അർത്ഥമുറയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വേദവായനയ്ക്കായി മൊറേലിയസ് കുടുംബ യൂണിറ്റ് അംഗം സീമ ഷാജിയെ ക്ഷണിക്കുന്നു. കർത്താവെ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ബാറകുമോർ. ആകാശത്തിൽ നിന്നു കർത്താവിനെ സ്തുതിപ്പിൻ, അത്യുന്നതങ്ങളിൽ തന്നെ സ്തുതിപ്പിൻ. തൻ്റെ സകല മാലാഖമാരുമേ തന്നെ സ്തുതിപ്പിൻ, തൻ്റെ സകല സൈന്യങ്ങളുമേ തന്നെ സ്തുതിപ്പിൻ. ആദിചന്ദ്രന്മാരെ തന്നെ സ്തുതിപ്പിൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ തന്നെ സ്തുതിപ്പിൻ. ആകാശങ്ങളുടെ ആകാശങ്ങളും ആകാശങ്ങൾക്കു മീതെയുള്ള വെള്ളങ്ങളുമേ തന്നെ സ്തുതിപ്പിൻ. അവ കർത്താവിൻ്റെ നാമം സ്തുതിക്കട്ടെ. എന്തെന്നാൽ താൻ അരുളി ചെയ്തു, അവ ഉണ്ടായി. താൻ കൽപ്പിച്ചു, അവ സൃഷ്ടിക്കപ്പെട്ടു. താൻ എന്നേക്കുമായി അവയെ സ്ഥിരപ്പെടുത്തി. താൻ ഒരു നിയമം നിശ്ചയിച്ചു, അതഴിയുന്നതുമല്ല. ഭൂമിയിൽ നിന്നു മഹാസർപ്പങ്ങളും എല്ലാ ആഴങ്ങളും അഗ്നിയും കൽമഴയും മഞ്ഞും ഹിമകണങ്ങളും അവൻ്റെ വചനപ്രകാരം പ്രവർത്തിക്കുന്ന കാറ്റുകളും കൊടുങ്കാറ്റുകളും പർവ്വതങ്ങളും സകല മലകളും ഫലവൃക്ഷങ്ങളും സകല കാരകിലുകളും മൃഗങ്ങളും സകല കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പറവകളും ഭൂമിയിലെ രാജാക്കന്മാരും സകല ന്യായാധിപതിമാരും ശിശുക്കളും കന്യകകളും വൃദ്ധന്മാരും യൗവനക്കാരുമായുള്ളവരെ കർത്താവിനെ സ്തുതിപ്പിൻ. ഇവർ കർത്താവിൻ്റെ നാമം സ്തുതിക്കട്ടെ. എന്തെന്നാൽ തൻ്റെ നാമം മാത്രം വലുതാകുന്നു. തൻ്റെ മഹത്വം ആകാശത്തിലും ഭൂമിയിലും വ്യാപിച്ചിരിക്കുന്നു. സ്വജനത്തിൻ്റെ കൊമ്പിനെയും തൻ്റെ സകല നീതിമാന്മാർക്കും സ്വജനമായ ഇസ്രായേൽക്കാർക്കും മഹത്വത്തെയും ഉയർത്തുന്നു. ദൈവമേ, നിനക്ക് സ്തുതി യോഗ്യമാകുന്നു. ബാറകുമോ. അധ്യക്ഷ പ്രസംഗത്തിനായി റെവറൻഡ് ഫാദർ ഗ്രിഗറി വർഗീസ് അച്ഛനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ഇത്രയും ആദരണീയരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട പത്രോസിയേട്ടൻ, കുടുംബ യൂണിറ്റുകളുടെ ചീഫ് കോർഡിനേറ്റർ ശ്രീ ജിബു ഐസക്, പള്ളി കൈക്കാരന്മാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തകരെ, ഭക്തസംഘടനാ പ്രവർത്തകരെ, എന്നെ ശ്രവിക്കുന്ന കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം കുത്തനെ ഞായറാഴ്ചയാകുന്നു ഇന്ന്. പെത്തർത്തോ ഞായറാഴ്ച എന്നുകൂടി ഈ ആഴ്ചയെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ട്. കാരണം ഇന്ന് ഈ സന്ധ്യാ നമസ്കാരത്തോടു കൂടി ഇതാ വലിയ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. വലിയ നോമ്പിന് മുന്നോടിയായി വരുന്ന ഞായറാഴ്ച പെത്തർത്തോ ഞായറാഴ്ച എന്ന് സഭ കണക്കാക്കുന്നു. അതിന് പ്രകാരം ആചരിച്ച് പോരുന്നു. ശ്രേഷ്ഠമായ ആ വലിയ നോമ്പിൻ്റെ നാളുകൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും നോമ്പാനുഷ്ഠാനങ്ങളോടും കൂടെ പരിപൂർണമായി നോമ്പനുഷ്ഠിക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ, കാലാവസ്ഥയിൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയ്ക്കും നോമ്പിനും ഉപവാസത്തിനും ഏറെ പ്രാധാന്യം പരിശുദ്ധ സഭ കൽപ്പിക്കുന്നുണ്ട്. പിതാക്കന്മാരെ പ്രകാരം കൽപ്പിച്ചതുകൊണ്ടാണ്, ഉപവാസമുള്ള നാളുകളായതുകൊണ്ടാണ് വലിയ നോമ്പിൻ്റെ നാളുകൾ വിശുദ്ധ കുർബാന പോലും മാറ്റി നിർത്തപ്പെട്ടത്. എന്നാൽ ജീവൻ്റെ അപ്പം നമ്മുടെ ആത്മീക പോഷണമായതുകൊണ്ടും നമ്മുടെ ആത്മീയ ജീവൻ നിലനിർത്തുന്നതിന് ആ ഭക്ഷണം ആവശ്യമായതുകൊണ്ടും തന്നെ ശനി ഞായർ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും കുർബാന അനുഭവിക്കുവാനുമുള്ള സാഹചര്യം സഭ ഒരുക്കി തന്നിട്ടുമുണ്ട്. പ്രിയമുള്ളവരെ, തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ദിവസങ്ങൾ കഴിയുള്ളിടത്തോളം ഉച്ചവരെയെങ്കിലും
ഉപവസിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പരസ്പരം മധ്യസ്ഥത യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കുവാൻ ഈ നാളുകൾ നമുക്കെടുക്കാം. എല്ലാവരും ആ ഒരു ഒരുക്കത്തോടെ വ്രതനിഷ്ഠയോടുകൂടി ഈ വലിയ നോമ്പിനെ സമീപിക്കണമേ എന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. സാമൂഹ്യപരമായി ഇന്നേ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ, സ്നേഹിക്കുന്നവർക്കായുള്ള ഒരു ദിനമെന്ന് പൂർവികന്മാർ പറഞ്ഞ് പഠിപ്പിച്ച് തന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, AD 270 വാലന്റൈൻ എന്ന പുരോഹിതൻ രാജകൽപ്പനയെ ധിഖരിച്ച് അല്ലെങ്കിൽ അതിനെ ലംഘിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ ചേർത്ത് വെച്ച് അതുമൂലം രക്തസാക്ഷിയായി തീർന്നതിൻ്റെ ഓർമ്മ കൂടിയാണ് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത്. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന, ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഒരു ജനത എന്ന നിലയിൽ ഈ വാലന്റൈൻസ് ഡേയിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതായ വേദവാക്യം സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാനാൽ എഴുതപ്പെട്ട കർത്താവിൻ്റെ രക്ഷാ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനമാണ്. അതിപ്രകാരമാണ് രേഖപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ അവന് നിത്യജീവൻ ഉണ്ടാകുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രയേറെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഈ ലോകത്തെ അത്രമേൽ സ്നേഹിച്ചതിൽ പ്രകാരം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ പിതാവാം ദൈവത്തിന് തിരുമനസ്സായി. ആ വലിയൊരു സ്നേഹത്തെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത, തിരിച്ചൊന്നും ആവശ്യപ്പെടാത്ത, നിബന്ധനകളില്ലാത്ത, ഉപാധികളില്ലാത്ത അൺകണ്ടീഷൻഡ് ലവ്, ഇതാണ് ദൈവ സ്നേഹത്തെക്കുറിച്ച് പിതാക്കന്മാരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഈ ഒരു വാക്യത്തിനോട് ചേർത്ത് നിർത്താവുന്നതാണ് അപ്പോസ്തലൻ ലേഖനം എഴുതിയപ്പോൾ. ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 9-10 തിരുവചനങ്ങളും ഇത് തന്നെയാണ് രേഖപ്പെടുത്തി തരുന്നത്. ലോകം താൻ മൂലം ജീവൻ പ്രാപിക്കേണ്ടതിനായി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ചതുകൊണ്ട് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം അറിയപ്പെട്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നുള്ളതിലല്ല, പിന്നെയോ താൻ നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തൻ്റെ പുത്രനെ അയച്ചു തന്നു എന്നുള്ളതിലുമാകുന്നു സ്നേഹം ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും ഉപാധികളോടുകൂടെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ പലപ്പോഴും. ആത്മാർത്ഥതയില്ലാത്ത സ്നേഹാഭിനയങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടതായ ഈ സദ്ഗുണത്തെ, സ്നേഹത്തെ, ഈ സ്നേഹമാണ് ലോകത്തെ ചേർത്ത് നിർത്തുന്നത്. ലോകത്തിൽ ജീവൻ്റെ, മനുഷ്യത്വത്തിൻ്റെ പച്ചപ്പുകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരേ ചേതോവികാരമാണ് സ്നേഹം എന്നുള്ളത്. ഈ സദ്ഗുണത്തെ ഇന്ന് പലപ്പോഴും പലരും കച്ചവട ചരക്കാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളത് ഒരവസ്ഥയുണ്ട്. ത്യാഗത്തിൻ്റെ, പരസ്പര വിശ്വാസത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഒക്കെ സ്നേഹതരംഗങ്ങൾ അലയടിക്കേണ്ടതായ നമ്മുടെ കുടുംബങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ഭാര്യ-ഭർത്തൃബന്ധം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, അയൽവാസികൾ തമ്മിലുള്ള ബന്ധം, സ്നേഹത്തിൽ മാത്രം അധിഷ്ഠിതമായി മുന്നേറേണ്ടതായ ഈ ബന്ധങ്ങളെല്ലാം ഇന്ന് ഉലച്ചിലുകൾ തട്ടിയിരിക്കുക. പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ, ഭാര്യ-ഭർത്തൃ ബന്ധങ്ങളൊക്കെ ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പല കാരണങ്ങളിൽ പ്രധാനപ്പെട്ട കാരണം സ്നേഹത്തിൻ്റെ കുറവ് തന്നെ. മക്കൾ നമ്മിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ, മക്കൾ അശുദ്ധമായ കൂട്ടുകെട്ടുകളിലേക്ക്, തങ്ങളുടെ പ്രായത്തിന് ചേരാത്തതായ കൂട്ടുകെട്ടുകളിലേക്ക് കടന്നു പോകുന്നുണ്ട് എങ്കിൽ പലപ്പോഴും മാതാപിതാക്കളായ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു സ്നേഹക്കുറവ്, ശ്രദ്ധക്കുറവ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്നേഹം ഇന്ന് വെറും പ്രകടനമായിട്ട് മാറ്റപ്പെടുമ്പോൾ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം പുത്രൻ തമ്പുരാൻ പ്രധാനമായും 2 കൽപ്പനകളാണ് നൽകുക. ഒന്ന് ദൈവത്തെ സ്നേഹിക്കുവാനും 2 പരസ്പരം സ്നേഹിക്കുവാൻ. ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പരസ്പരം സ്നേഹിക്കുവാൻ, ദൈവം കാണിച്ചു തന്ന സ്നേഹത്തെ പിൻപറ്റിക്കൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ.
ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, ഉപാധികളില്ലാതെ, ഒന്നും യാതൊരു നിബന്ധനകളുമില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, ജീവിത പങ്കാളിയെ ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പിതാവാം ദൈവം നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തന്ന വലിയൊരു സ്നേഹത്തിൻ്റെ മാതൃകയുണ്ട്. അതാണ് നാം ഇവിടെ വായിച്ച് കേട്ടത്. തൻ്റെ ഏകജാതൻ ക്രൂശ് മരണത്തിലൂടെ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വലിയൊരു ത്യാഗത്തിൻ്റെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന സ്നേഹമുണ്ട്. പരിപൂർണമായ സമർപ്പണത്തിലൂടെ, വിധേയത്വത്തിലൂടെ പരിശുദ്ധ അമ്മ മറിയം നമുക്ക് കാണിച്ചു തരുന്ന ചില സ്നേഹത്തിൻ്റെ അലിയടികളുണ്ട്. പ്രിയമുള്ളവരെ, ഇതിനെയൊക്കെ പിൻപറ്റുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. ഭാഗ്യവാനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം സ്നേഹത്തെക്കുറിച്ചുള്ളൊരു അധ്യായമാണത്. പ്രത്യേകിച്ച് അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രകടന പത്രിക എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. സ്നേഹം എന്തെല്ലാം ചെയ്യുന്നു, സ്നേഹമുണ്ടെങ്കിൽ എന്തെല്ലാം ചെയ്യുന്നില്ല തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ അധ്യായം അവസാനിക്കുന്നത് ഇപ്രകാരമാണ്, 13-ാം വാക്യം: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ സ്നേഹം തന്നെ. പ്രിയമുള്ളവരെ, ഏറ്റവും പരമപ്രധാനമായി നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട സ്നേഹമെന്ന ആ നിർമ്മലമായ വികാരത്തെ കാപട്യങ്ങളില്ലാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, യാതൊന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ. ഇന്ന് പലപ്പോഴും നമ്മൾ അങ്ങനെയാണ്, എനിക്കതെല്ലാം ലഭിക്കുമല്ലോ എന്നുള്ള ഒരു മുൻവിധികളോട് കൂടിയിട്ടാണ് നമ്മൾ പലരെയും സ്നേഹിക്കുന്നതും പല കാര്യങ്ങളും നന്മകളും ചെയ്യുന്നതും. നന്മ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നതിൻ്റെ പിന്നിൽ അപ്രകാരം ഒരു ചേതോ വികാരം കൂടി നമ്മുടെ ഉള്ളിലുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, അവനൊന്നും തിരിച്ചു തരേണ്ട, എൻ്റെ അപ്പൻ എനിക്കൊന്നും തിരിച്ചു തരേണ്ട, എൻ്റെ ഭാര്യയിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, എൻ്റെ മക്കളിൽ നിന്ന് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, തിരിച്ച് എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ അവരെ ഞാൻ സ്നേഹിക്കും എന്നുള്ളൊരു തീരുമാനമെടുക്കുവാൻ ദൈവം നമുക്ക് കാണിച്ചു തന്ന ആ സ്നേഹത്തെ, ഈ ലോകം ദൈവത്തെ സ്നേഹിച്ചതുകൊണ്ടല്ല, മറിച്ച് ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് തൻ്റെ ഏകജാതനെ ഈ ലോകത്തിന് സമ്മാനിച്ചത്. ആയതിന് പ്രകാരം നമ്മുടെ ജീവിതത്തെ ആ ഒരു തലങ്ങളിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ വാലന്റൈൻസ് ഡേ ഇന്ന് പലപ്പോഴും അത് കാമുകന്മാർക്ക് മാത്രമായിട്ട് മാറ്റപ്പെട്ടിരിക്കുന്നു. അങ്ങനെയല്ല, എല്ലാവർക്കും, സ്നേഹിക്കുന്ന ഹൃദയമുള്ള എല്ലാവർക്കുമുള്ളൊരു ദിവസമാണ് ഈ ദിവസം. ഈ ഒരു ദിവസത്തേക്ക് മാത്രമായിട്ടത് ഒതുക്കാതെ എല്ലാ ദിവസങ്ങളിലും, ഓരോ നിമിഷങ്ങളിലും നമ്മുടെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിച്ച്, മറ്റുള്ളവരെ കരുതി, മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ട്, അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ആ സ്നേഹത്തെ പങ്കുവയ്ക്കുവാനും സ്നേഹത്തെ അനുഭവിക്കുവാനുമായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ വലിയ നോമ്പിൻ്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാളെ പരിശുദ്ധ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകളിൽ ഒന്ന് നിർവഹിക്കപ്പെടുകയാണ്. ശുഭക്കോനോ ശുശ്രൂഷ, അനുരഞ്ജനത്തിൻ്റെ, കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷ, സ്നേഹത്തിൻ്റെ, പരസ്പരം ക്ഷമിക്കുന്നതിൻ്റെ ഒരു വലിയൊരു ശുശ്രൂഷ. ആ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി പങ്കെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇതുവരെ നമ്മെ ഉപദ്രവിച്ചവരെ, ഇതുവരെ പൊതുജനമധ്യേ നമ്മെ അവഹേളിച്ചവരെ, നമ്മുടെ ശരിയായ നിലപാടുകൾക്ക് എതിരെ നിന്നവരെ എല്ലാം നമുക്ക് ഈ ദിനങ്ങളിൽ മനസ്സുകൊണ്ട് അവരോട് ക്ഷമിച്ച് ആ സ്നേഹത്തിൻ്റെ വലിയൊരു മാതൃക ദൈവം കാണിച്ചു തന്നതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ഈ ചിന്തകൾ അതിൻ്റെ മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം നമുക്കറിയാം, വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ്സുകളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പത്രോസേട്ടൻ ഏറെ ജീവിത ഭാരങ്ങളുണ്ട്, തിരക്കുകളുണ്ട്, ശാരീരികമായ ഏറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനെല്ലാം ഇടയിലും നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തുന്ന പ്രിയപ്പെട്ട പത്രോസേട്ടനോടുള്ള സ്നേഹവും നന്ദിയും മുന്നമേ അറിയിച്ചുകൊണ്ട് വളരെ വിനയത്തോടെ, സ്നേഹത്തോടെ ഇന്നത്തെ ക്ലാസ്സുകൾ നയിക്കുന്നതിന് വേണ്ടി പത്രോസേട്ടനെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു ഗാനം ആലപിക്കുന്നതിനായി സെൻറ്റ് പീറ്റേഴ്സ് കുടുംബ യൂണിറ്റ് അംഗം ഫെബ എൽസ പോളിനെ ക്ഷണിക്കുന്നു.
എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയോർക്കുമ്പോൾ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവാൽ ചൊല്ലിടുവാനായി നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടുവാനായി നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ കാൽവരിൻ സ്നേഹമോർക്കുമ്പോൾ കൺകൾ നിറയുന്നെൻ്റെ പ്രിയനേ നന്ദിയല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടുവാനായി സ്തോത്രമല്ലതൊന്നുമില്ലപ്പാ എൻ്റെ നാവൽ ചൊല്ലിടുവാനായി നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ക്ലാസ് നയിക്കുന്നതിനായി എത്രയും ബഹുമാനപ്പെട്ട AC പത്രോസേട്ടനെ ക്ഷണിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക തിരുനാമത്തിന് സ്തുതി. ദൈവ തിരുനാമം അധികം മഹത്വപ്പെടട്ടെ. വിശുദ്ധ കുർബാനയുടെ ഒരു ലഘു പഠനം ആകുന്നുവല്ലോ നാം ദൈവത്തിൽ ആശ്രയിച്ച് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്ന ആ ഭാഗം മുതൽ നമ്മൾക്ക് ചിന്തിക്കാം. ആരംഭമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 26-ാം വാക്യം വായിച്ച് നമുക്ക് ആരംഭിക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു, വാങ്ങി ഭക്ഷിപ്പിൻ, ഇത് എൻ്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പിൻ, ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എൻ്റെ രക്തം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, തിരുനാമത്തെ നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയെ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് തരുന്നു. അവിടുന്ന് തൃക്കരങ്ങളിൽ എടുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്താൽ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, വ്യാപരിച്ചുകൊണ്ടിരിക്കണമേ, ഗ്രഹിപ്പിക്കണമേ, മനസ്സിലാക്കി തരണമേ. അവിടുത്തെ പൊന്നുതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. AD 318 ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ഭരണ കാലഘട്ടം.
റോമൻ പട്ടാളക്കാർ ഗുഹയിൽ നിന്ന് ഏകദേശം 51 വരുന്ന ദൈവമക്കളെ, ക്രിസ്ത്യാനികളെ പിടികൂടി. റോമൻ ഗവർണറുടെ മുമ്പിൽ അവർ ഹാജരാക്കപ്പെട്ടു. ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അന്ന്. ഗവർണർ അവരോട് ചോദിച്ചു, ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ ആജ്ഞ നിരസിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഗുഹയിൽ ഒരുമിച്ച് കൂടുകയും വിശുദ്ധ ബലി അഥവാ കുർബാന നടത്തുകയും ചെയ്തത് എന്നവരോട് ചോദിക്കുകയുണ്ടായി. ആ സംഘത്തിൽ 38 പുരുഷന്മാരും ബാക്കി വരുന്ന സ്ത്രീകളുമായിരുന്നു. അന്ന് പുരുഷന്മാരുടെ എണ്ണം കൂടുതലായിരുന്നു. അവർ ഗവർണറോട് ഇപ്രകാരം പറഞ്ഞതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഞായറാഴ്ച ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാതെ ഇരിപ്പാനോ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ ബലി അർപ്പിക്കാതിരിക്കാനോ സാധ്യമല്ല. വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവനില്ല. എത്രമാത്രം തീഷ്ണതയേറിയ, സത്യമേറിയതായ, ദൈവികമായ ഉത്തരമാണ് ആദിമ ക്രിസ്ത്യാനികൾ നൽകിയത്. ഞായറാഴ്ച ദിവസം ഒരുമിച്ച് കൂടാതെ ഇരിപ്പാൻ, ക്രൈസ്തവ കൂട്ടായ്മ ആചരിക്കാതിരിപ്പാൻ അവർക്ക് സാധ്യമല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി, വിശുദ്ധ കുർബാന അർപ്പിക്കാതിരിപ്പാനും കഴിയില്ല. കാരണം അവർ പറയുന്നു, വിശുദ്ധ കുർബാനയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവനില്ല. അന്നത്തേതും ഇന്നത്തേതുമായ ആ അവസ്ഥകളെ നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുന്നത് ഏറെ നന്നായിരിക്കും. കഴിഞ്ഞ ഭാഗത്ത് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഗീതങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണല്ലോ നമ്മൾ അവസാനിപ്പിച്ചത്. ദൈവമാതാവിനെ സ്മരിച്ചുകൊണ്ടുള്ളതായ ഗീതം, എരുതി നിരവീട്ടിറ് ദൂതനിറങ്ങി വന്ന്, ആ പാട്ട് പാടിക്കൊണ്ട് ദൈവമാതാവിനെ ഓർത്തു. ലോകം താത സഹോദരന്മാർ ആകെ ഉപേക്ഷിച്ചു എന്നുള്ള ആ പാട്ട്, ആ ഗീതം പാടിക്കൊണ്ട് പരിശുദ്ധന്മാരെ നമ്മൾ ഓർത്തു. വീണ്ടും അനുതാപത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം പ്രത്യാശയുടെ ആ ദൂത് ദൈവത്തിൽ നിന്ന് മോചനമതിനായി പാപികളെ വരുവിൻ എന്നുള്ളതായ ഗീതവും ചൊല്ലി. അവസാനമായി പരേതരെ ഓർത്തുകൊണ്ട്, മരിച്ചുപോയവരെ ഓർത്തുകൊണ്ട്, കർത്താവെ നിൻ രക്തശരീരങ്ങൾ ഭക്ഷിച്ച് അവരെയും ഓർത്തുകൊണ്ട് ആ ഗീതം അവിടെ അവസാനിക്കുന്നു. ഉടനെ തന്നെ ഇതാ മറ വലിക്കപ്പെടുന്നു. ആ ഭാഗം എത്രയോ മനോഹരമായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. തുയോബോ കഴിഞ്ഞിരിക്കുന്നു, പഴമവായന കഴിഞ്ഞിരിക്കുന്നു, ഗീതങ്ങൾ അവസാനിച്ചിരിക്കുന്നു. തിരശ്ശീല ഇതാ തെക്കു നിന്ന് വടക്കുവശത്തേക്ക് മാറ്റപ്പെടുന്നു. സ്വർഗം തുറക്കപ്പെടുന്നു. സ്വർഗം തുറക്കപ്പെടുകയാണ്. സ്വർഗീയ ആരാധന ആരംഭിക്കുകയാണ്. നിന്നെ പ്രസവിച്ച മാതാവും നിന്നെ മാമോദീസമുക്കിയ യോഹന്നാന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് ഒന്ന് വൈദികൻ ചൊല്ലിക്കൊണ്ട്, ധൂപം വീശിക്കൊണ്ട് ഇതാ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്ന ആ ഭാഗം. മറുകാസകളും കൈമണികളും എല്ലാം കിലുക്കപ്പെടുന്നു. മുന്നിൽ കത്തിച്ച മെഴുകുതിരിയുമായി ശമാശൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരൻ വൈദികൻ്റെ മുന്നാലെ നടക്കുന്നു. അത് ത്രോണോസുകളെ ധൂപം വെച്ചുകൊണ്ട് വണങ്ങിക്കൊണ്ട്, ത്രോണോസ് അതിൻ്റെ കോണുകളെ മുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അഭിമുഖമായി ധൂപം വീശി ആചാര്യൻ വരുന്നു. വീണ്ടും ത്രോണോസിങ്കിലേക്ക് പോകുന്നു. ഒരു പ്രദക്ഷിണം എന്ന പോലെ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണത്. മറുകാസകളുടെയും കിലുക്കുമണികളുടെയും ശബ്ദം, ധൂപക്കുറ്റിയിൽ നിന്ന് ഉയർന്ന പുക പടലങ്ങളാൽ മദ്ബഹ നിറയുന്നു. ആ
ഭാഗത്ത് മാർ സേവ്യറിയോസിൻ്റെ മാനിസോ ആ പാട്ട് ചൊല്ലിക്കൊണ്ട് നിൽക്കുന്നു. എത്രമാത്രം ഭക്തി നിർഭരവും ദൈവികവുമായ ഒരു ആരംഭമാണ് വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നത്. ഇവിടെ ഇതാ തിരശ്ശീല മാറ്റപ്പെടുന്നു, സ്വർഗം തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്, സ്വർഗീയ ആരാധന ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ ആ ഓർമ്മ പരസ്യമായി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യമായിട്ട് വൈദികൻ പറയുന്നത് നിന്നെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ, ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ദൈവനാമം ഉച്ചരിച്ചുകൊണ്ട് ആദിയിൽ ദൈവം എന്ന വേദപുസ്തകം ആരംഭിക്കുന്നത് പോലെ വിശുദ്ധ കുർബാനയും അത് നിന്നെ പ്രസവിച്ച എന്ന് തുടങ്ങി ആരംഭിക്കുന്നു. അതോടൊപ്പം യേശുക്രിസ്തുവിനെ ഓർക്കുന്നതോടൊപ്പം ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാം അമ്മയെ ഓർക്കുന്നു. എത്ര ഉന്നതമായ സ്ഥാനം! ദൈവത്തെ പ്രസവിച്ച, ലോകത്തിന് നൽകിയതായ, അത് ദൈവം എങ്കിൽ വലിയ കാര്യങ്ങൾ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് ആരെപ്പറ്റി പറയപ്പെട്ടിരിക്കുന്നുവോ ആ വിശുദ്ധ ദൈവമാതാവിനെ ഓർത്തുകൊണ്ട് ആ നാമം വിളിച്ച് ഇതാ ഓർത്ത് മാത്രമല്ല എന്നെ മാമോദീസ മുക്കിയ യോഹന്നാനെയും എന്നവിടെ പറയുകയാണ്. വിശുദ്ധ ദൈവമാതാവ് ഇതാ യേശുവിനെ ലോകത്തിന് നൽകി, യേശുവിനെ ദൈവപുത്രനെ ലോകത്തിന് നൽകി വിശുദ്ധ ദൈവമാതാവ്. എന്നാൽ യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നത് തൻ്റെ മുന്നോടിയായ യോഹന്നാൻ മാംദാനയാണെന്ന് നമുക്കറിയാം. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കുഞ്ഞാടായ ദൈവപുത്രനായ അതാ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്തതാണ് യോഹന്നാൻ മാംദാനം. അത് മാത്രമല്ല ആ മാമോദീസ മുക്കുവാനുള്ള ആ സൗഭാഗ്യവും വിശുദ്ധ യോഹന്നാൻ മാംദാനയ്ക്ക് ലഭിക്കുന്നു. അതിനാൽ അവരെയും ഓർത്തുകൊണ്ട് ഇതാ വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കുന്നു. മുന്നിൽ കത്തിച്ച മെഴുകുതിരിയുമായി ശമ്മാശൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരൻ മുമ്പേ നടക്കുന്നു. വിശുദ്ധ യോഹന്നാൻ മാംദാനയെ ഓർത്തുകൊണ്ട് യോഹന്നാൻ മാംദാനയുടെ ആ സ്ഥാനത്ത് മുന്നിൽ കത്തിച്ച മെഴുകുതിരിയുമായിട്ട് വൈദികന് മുമ്പാകെ നടക്കുകയാണ് ചെയ്യുന്നത്. നമ്മളവിടെ കാണാനായിട്ട് കഴിയും. മൂന്നാമത് ആ മറുകാസയും കൈമണികളും എല്ലാം പിടിച്ചുകൊണ്ട് അത് ശുശ്രൂഷകർ പിന്നാലെ പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് ആ ത്രോണോസിനെ വലം വയ്ക്കുന്നു. പഴയ നിയമകാലത്ത് പ്രധാനമായി 3 പെരുന്നാളുകളിൽ യാഗാർപ്പണത്തിന് ശേഷം ബലിപീഠത്തിന് പ്രദക്ഷിണം നൽകി വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യഹോവേ, ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു. സങ്കീർത്തനം 26:7. യഹോവേ, ഞാൻ നിൻ്റെ യാഗപീഠത്തെ, ആ ബലിപീഠത്തെ വലം വയ്ക്കുകയാണ് ഒരു പ്രദക്ഷിണം എന്ന പോലെ. വാസ്തവത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രദക്ഷിണമായി നമുക്ക് അതിനെ കാണാനായിട്ട് പ്രദക്ഷിണം വരുന്നത് പോലെ നമ്മൾ വിശുദ്ധ സഭയിൽ നമ്മൾ പഠിക്കുമ്പോഴറിയാം, പെരുന്നാൾ ദിവസം ദേശം ചുറ്റിയുള്ള കുരിശ് എല്ലാം വഹിച്ചുകൊണ്ടുള്ളതായ ആ വലിയ പ്രദക്ഷിണത്തെ നമുക്ക് കാണാം. ഒന്നുകൂടെ ചെറുതാകുമ്പോൾ ദൈവാലയത്തിൻ്റെ ചുറ്റുമായിട്ട് പ്രദക്ഷിണം നടത്തുന്നതായി നമുക്ക് കാണാം. വീണ്ടും ഒന്നുകൂടെ ചെറുതാകുമ്പോൾ അത് വരാന്തകളിൽ കൂടെ ആ പ്രദക്ഷിണം നടത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വെള്ളിയാഴ്ച ദിവസങ്ങളിലെല്ലാം ഇവിടെ ഇതാ ആ മദ്ബഹായിൽ ഒരു പ്രദക്ഷിണം പോലെ അത് നടത്തപ്പെടുകയാണ്. വീണ്ടും നമ്മൾ സെമിത്തേരികളിൽ ധൂപപ്രാർത്ഥന നടത്തുമ്പോഴും അവിടെ വലം വയ്ക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഇവിടെ യഹോവേ, ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു എന്ന് പറയപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് വൈദികൻ അത് ത്രോണോസിൻ്റെ കോണുകളെ ചുറ്റുന്നു. കർത്താവിൻ്റെ ജനനം ആഘോഷിക്കുകയാണ് ഇവിടെ. ജനനത്തിങ്കിൽ ദൈവപുത്രൻ ലോകത്തിന് വെളിപ്പെട്ട് കിട്ടി, പ്രത്യക്ഷപ്പെട്ട് കിട്ടി. അതാണ് മറവലിച്ചുകൊണ്ട് ആദ്യമായി തൻ്റെ ജനനത്തെ കൊണ്ടാടുന്നു. ആ സമയത്ത് ബലിപീഠത്തെ മുത്തുന്നത് വിദ്വാൻമാർ വന്ന് ആ യേശുക്കുഞ്ഞിനെ വന്ദിച്ചതുപോലെ അതാ പുരോഹിതൻ ആ ത്രോണോസിനെ ചുറ്റുകയാണ്. ത്രോണോസ് പുൽക്കൂടിന് സമാനമായി ആ ത്രോണോസിനെ മുത്തിക്കൊണ്ട് വലം വയ്ക്കുകയാണ് ചെയ്യുന്നത്.
വീണ്ടും നമ്മൾ നോക്കുമ്പോൾ ആ ധൂപം വീശി ജനത്തിൻ്റെ മേൽ വരികയാണ്, തിരിഞ്ഞ് ജനങ്ങളുടെ മേൽ വരുന്നു. എന്താണ് ആ കാണിക്കുന്നത്? കർത്താവിൻ്റെ മനുഷ്യാവതാരം മുഖാന്തരമുള്ളതായ അനുഗ്രഹങ്ങൾ വിശ്വാസികളിലേക്ക് ഇതാ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അത് ജനങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. മാനവ ലോകത്തിന് തൻ്റെ മനുഷ്യാവതാരം മൂലം ലഭിച്ചതായ അനുഗ്രഹങ്ങൾ, വരപ്രസാദങ്ങൾ വളരെ ശ്രേഷ്ഠതരമാണ്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമുക്ക് അവ ലഭ്യപ്പാനായിട്ട് കാരണമായി തീരുന്നു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും, വന്യ വൈദികൻ കാപ്പ തുടങ്ങിയ വസ്ത്രങ്ങൾ ധരിച്ച് എത്രയോ രാജകീയമായിട്ടാണ് അവിടെ ധൂപം വീശിക്കൊണ്ട് വരുന്നത്. ഒരു രാജകീയമായ കാഴ്ചയും നമ്മൾക്കവിടെ കാണാനായിട്ട് കഴിയും. ആ ത്രോണോസിന്മേൽ വാതിലുകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആ രാജാവ് യേശുക്രിസ്തുവിൻ്റെ സ്ഥാനത്താണല്ലോ ഇപ്പോൾ വന്യ വൈദികൻ. കർത്താവ് പ്രവാചകനും പുരോഹിതനും രാജാവുമായതുപോലെ വിശുദ്ധ കുർബാനയിൽ ആ ബലിയർപ്പിക്കുന്നത് പുരോഹിതൻ കർത്താവിൻ്റെ സ്ഥാനത്ത്, ബലിവസ്തു അത് കർത്താവ് തന്നെയാണ്, ബലിയർപ്പകനും അത് ബലിവസ്തുവും കർത്താവ് തന്നെ. ആ സ്ഥാനത്ത് നിന്നുകൊണ്ടാണ് കർത്താവ് രാജാവായിരിക്കുന്നത് പോലെ രാജകീയമായ വസ്ത്രവും കൂടെ നമുക്ക് ഇവിടെ ദർശിപ്പാനായിട്ട് കഴിയും. ഇപ്രകാരം മാർ ബസേലിയോസും മാർ അപ്രേമിൻ്റെയും കൂടിക്കാഴ്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മാർ ബസേലിയോസ് പിതാവിനെക്കുറിച്ചുള്ളതായ ആ കീർത്തി, ആ സുഗന്ധം അങ്ങ് പടരാൻ തുടങ്ങി. അത് അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, ദൈവികതയെക്കുറിച്ച് കേട്ടറിഞ്ഞ മാർ അപ്രേം, ചാക്ക് വസ്ത്രധാരിയായ അപ്രേം, അതേ മൈലുകൾ തന്നെ നടന്ന് മാർ ബസേലിയോസ് പിതാവ് അർപ്പിക്കുന്നതായ ആ കുർബാന കാണുവാൻ വേണ്ടി പള്ളിയകത്തേക്ക് വന്നതായിട്ട് കാണുന്നുണ്ട്. ചുരുക്കി പറയട്ടെ, ആ മറ വലിച്ചു കഴിഞ്ഞപ്പോൾ മാർ അപ്രേം കാണുന്നത് അന്നത്തെ അതിശ്രേഷ്ഠമായ കാപ്പ ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നതായ മാർ ബസേലിയോസ് പിതാവിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉടലെടുക്കുന്നുണ്ട്. മാർ അപ്രേമിൻ്റെ ഇത്രമാത്രം ഭയങ്കരമായ കാഴ്ച കാണുവാനാണോ ഞാൻ ഇത്രയും നടന്ന് ഇവിടം വരെ എത്തിയത് എന്നുള്ളൊരു ചിന്ത പോകുന്നുണ്ട്. വെട്ടിത്തിളങ്ങുന്നതായ കാപ്പ ധരിച്ച മാർ ബസേലിയോസ് പിതാവിനെ കണ്ടപ്പോൾ. എന്നാൽ പരിശുദ്ധ പിതാവ് കുർബാനയുടെ സമയത്ത് എവങ്കേലിയോൻ വായിക്കുന്ന അവസരത്തിൽ ഒരു പ്രാവ് ചെവികളിൽ മന്ത്രിക്കുന്നതായും വായിൽ നിന്ന് മുത്തുമണികൾ ജനങ്ങളിലേക്ക്, പള്ളിക്കകത്ത് നിൽക്കുന്നവരിലേക്ക് പോകുന്നതും അവരുടെ കാതുകളിൽ മുത്തുമണികൾ പ്രവേശിക്കുന്നതുമെല്ലാമായ ആത്മീയ കാഴ്ചയും കാണുന്നുണ്ട്. പിന്നെയും മറ്റൊരു കാഴ്ചയെക്കുറിച്ചും പറയുന്നുണ്ട്. അത് ആത്മീയമായി കണ്ട ദർശനം. കുർബാന കഴിഞ്ഞ് മാർ ബസേലിയോസ് പിതാവ് എന്നെ കണ്ടിട്ട് വേണം പോകാനെന്ന് ശമാശനെ പറഞ്ഞു വിട്ട് അറിയിച്ചപ്പോൾ ഞാനല്ല, അദ്ദേഹത്തിന് എന്നെ പരിചയമില്ല, മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന് ശമാശനോട് മാർ അപ്രേം പറഞ്ഞു വിടുന്നുണ്ട്. എന്നാൽ ബസേലിയോസ് പിതാവ് നാം അപ്രേമിനെ വിളിക്കുന്നു എന്ന് പറയണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെടുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്. കുർബാന കഴിഞ്ഞ് മുറിയിലേക്ക് വന്നപ്പോൾ മാർ ബസേലിയോസ് ഇങ്ങനെ ചോദിച്ചു എന്നാണ് പറയുന്നത്, എന്നെ കണ്ട് അത് സംശയിച്ചു പോയില്ലേ എന്ന്. എന്നിട്ട് പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ ഉൾവസ്ത്രം കാണണമോ? അദ്ദേഹം ആ ഉള്ളിലെ വസ്ത്രം എടുത്തു കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ മുള്ളുകൾ കൊണ്ട് മെനഞ്ഞ ഏറ്റവും ഉള്ളി ധരിച്ചിരുന്നതായ ആ ബസേലിയോസ് പിതാവിൻ്റെ ആ വസ്ത്രത്തെ മാർ അപ്രേമിനെ കാണിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ട് മാർ ബസേലിയോസ് പിതാവ് പറയുന്നുണ്ട്, വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഞാൻ കർത്താവിൻ്റെ സ്ഥാനത്തായിരുന്നു. കർത്താവ് രാജാവാണ്. മാർ സേവേറിയോസിൻ്റെ മനീസ്രയിലും എല്ലാം അത് പറയുന്നുണ്ട്. നീ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു നഥാനിയേൽ പറയുന്നുണ്ട്. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്ന് കുരിശിൽ കിടന്ന കള്ളൻ പറയുന്നുണ്ട്. കർത്താവ് രാജാവാണ്, നമുക്കറിയാം. ആ രാജാവിൻ്റെ സ്ഥാനത്തായിരുന്നു. അതിനാലാണ് ഞാൻ ഇപ്രകാരം ധരിച്ചത് എന്ന് പറഞ്ഞതായി കാലം ചെയ്ത കടവിൽ മാർ അത്താനാസിയോസ് തിരുമേനി പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ എത്രയോ മനോഹരമായ ദൈവീകമായ ആ കാഴ്ചയാണ് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ തന്നെ നാം കാണുന്നത്. അങ്ങനെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെ സ്മരിക്കുന്നു.
അതിനുശേഷം ഇതാ ധൂപം വീശിയ അനുഗ്രഹങ്ങളുമായി നമ്മുടെ നേരെ വരുന്നു. തിരിച്ചവിടെ ചെല്ലുന്നു. യോഹന്നാൻ മാംദാനയുടെ സ്ഥാനത്ത് മുമ്പിൽ നിൽക്കുന്നതായ സമാജ ശുശ്രൂഷക്കാരൻ നിൽക്കുന്നു. അത് വിശ്വാസത്തിൻ്റെ സത്ത തന്നെ എന്ന് പറയപ്പെടുന്നതായ മാർ സേവേറിയോസിൻ്റെ മനീസോ നമ്മൾ നിന്മാതാ വിശുദ്ധന്മാരെന്നുള്ളതായ ആ ഗീതം ചൊല്ലുന്നു. അങ്ങനെ അത് വിശുദ്ധ കുർബാനയുടെ ആദ്യ ഭാഗം ആരംഭിച്ചു. തിരികെ ചെന്നതായ വൈദികൻ ധൂപക്കുറ്റി ശമാശിനെ ഏൽപ്പിക്കുന്നു. തുടർന്ന് ത്രൈശുദ്ധ കീർത്തനം, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു എന്നുള്ളതായ ആ പ്രാർത്ഥന ചൊല്ലുന്നു. ഇത് ത്രൈശുദ്ധ കീർത്തനം എന്ന് അറിയപ്പെടുന്നു. 3 ശുദ്ധമായ ആ കീർത്തനമാണ് ഇത്. ദൈവമേ പണ്ടൊക്കെയും ദൈവമേ നീ ശുദ്ധമുള്ളവനാകുന്നു എന്ന് ചൊല്ലുന്നതായി വല്യച്ഛന്മാരിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ത്രൈശുദ്ധ കീർത്തനം. ഇത് വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മുടെ കൗമ പ്രാർത്ഥനയിലുള്ളതാണിത്. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്നുള്ളതായ ഈ പ്രാർത്ഥന. ഒരു വെളിപാട് മൂലം തീക്കെടുത്ത മോർ ഇഗ്നാത്യോസ് നൂറോനോ പരിശുദ്ധ പിതാവ് ഈ പ്രാർത്ഥന പരിശുദ്ധ സഭയിൽ നടപ്പിലാക്കിയെന്നാണ് പറയപ്പെടുന്നത്. മശിഹാ തമ്പുരാൻ്റെ കബറടക്ക സമയം സ്വർഗസേനകൾ ഇറങ്ങി വന്നു. ഒരു വൃന്ദം മാലാഖമാർ അവർ നിരനിരയായി ഇറങ്ങി വന്നു. ഏറ്റവും മുകളിൽ ഒരു നിരയായിട്ട് നിന്നു. ഒരു വൃന്ദം മാലാഖമാർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലി. തുടർന്ന് രണ്ടാമത്തെ വൃന്ദം മാലാഖമാർ താഴെ നിൽക്കുന്നതായ മാലാഖമാർ ചൊല്ലി ബലവാനെ നീ പരിശുദ്ധനാകുന്നു എന്ന് ചൊല്ലി. മൂന്നാമത് താഴെ നിന്നതായ ആ വൃന്ദം മാലാഖമാർ, ഉന്നതത്തിൽ നിന്നതായ മാലാഖമാർ ചൊല്ലി മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് അവർ ചൊല്ലി. അവരിങ്ങനെ ഏറ്റുപാടിയപ്പോൾ, പരിശുദ്ധനെ വാഴ്ത്തിപ്പാടിയപ്പോൾ, കുരിശിൽ കിടക്കുന്ന നമ്മുടെ കർത്താവിനെ പുകഴ്ത്തി പാടിയപ്പോൾ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നതായ അരമത്യാക്കാരൻ യോസോപ്പും സംഘവും ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ആകുന്നുവല്ലോ മരിച്ചത് എന്ന് അറിഞ്ഞ് അവർ ഏറ്റുപാടി ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടതിനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എത്ര ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ് ഇതെന്നറിയാമോ? അതേ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കർത്താവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ ദൈവത്വം ഇവിടെ ഏറ്റുപാടുന്നതായ ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ഫിലിപ്പിൻ്റെ കൈസറിയായിൽ വെച്ച് ചോദിക്കും ഞാൻ ആരാകുന്നു എന്ന് ചോദിച്ചപ്പോൾ പരിശുദ്ധനായ പത്രോസ്യ ഉത്തരം പറയുന്നുണ്ടല്ലോ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാകുന്നു എന്ന് പറഞ്ഞതായ ആ സത്യവിശ്വാസം ഇവിടെ നീ ദൈവമാകുന്നു എന്ന് കർത്താവിനോട് ഏറ്റ് പറയുകയാണ് ചെയ്യുന്നത്. താഴെ നിൽക്കുന്നതായ ജനം ഇവൻ വഞ്ചകനാകയാലാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന് യേശുവിനെ ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആണ് താഴത്തെ ജനം, പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം നിന്നിട്ട് യേശുവിനെ ദുഷിക്കുകയാണ്. ഇവൻ വഞ്ചകനാകയാലാണ് അത് ക്രൂശിക്കപ്പെടാൻ ഇടയായതെന്ന് പറയുമ്പോൾ, അതാ യേശുവിനെ ദുഷിക്കുമ്പോൾ മുകളിൽ നിന്ന് ഒന്നാമത്തെ വൃന്ദം മാലാഖമാർ പാടുന്നു, ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നവൻ ദൈവമാണ്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. രണ്ടാമതായിട്ട് ഇവന് ശക്തിയുണ്ടെങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരട്ടെ എന്ന് പാടുകയാണ് ചെയ്യുന്നത്. ജനം ദുഷിക്കുകയാണ് ചെയ്യുന്നത് യേശുവിനെ. ക്രൂശീകരണ സമയത്ത് ഇവന് ശക്തിയുണ്ടെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ. അപ്പോൾ രണ്ടാമത്തെ വൃന്ദം മാലാഖമാർ പാടുന്നു. എന്താണ് പാടുന്നത്? ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ഈ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവ് ബലവാനാണ്, ശക്തനാണ് എന്ന് പാടുകയാണ്. എന്താണ് ബലം? നമ്മുടെ കർത്താവ് നമ്മളിപ്പോൾ മറ്റുള്ള ചില പാട്ടുകൾ കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ചാവേ കീഴാക്കി ബലവാൻസ്കി പായിലുറങ്ങി 3-ാം നാളിൽ ഉണർന്നെഴുന്നേറ്റോ ബലവാനായി. 3-ാം നാളിൽ ഉണർന്നെഴുന്നേറ്റു, ഉയർത്തെഴുന്നേറ്റു നമ്മുടെ കർത്താവ്. ലോകമഹാന്മാർ അഖിലരും ഒരുപോൽ കല്ലറയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ
ഇതാ മരിച്ചിട്ട് ഒരേ ഒരാൾ മാത്രം ക്രൂശിൽ നിന്ന്, അത് കല്ലറയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അവൻ ബലവാനായി തീർന്നു, ശക്തനായി തീർന്നു. ആ യേശുവിനെയാണ് അത് താഴെ നിൽക്കുന്ന ജനം ദുഷിച്ചു പറയുന്നു, നിനക്ക് ശക്തിയുണ്ടെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് അധിക്ഷേപിച്ചപ്പോൾ രണ്ടാമത്തെ വൃന്ദം മാലാഖമാർ ഏറ്റുപാടി, ബലവാനെ നീ പരിശുദ്ധനാകുന്നു. വീണ്ടും കർത്താവിനെ ദുഷിച്ചു, നീ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, നിന്നെ തന്നെ എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല? മറ്റുള്ളവരെ നീ രക്ഷിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, അതെ കുരുടന് കണ്ണു തുറന്നു കൊടുത്തു, അത് തളർവാദ രോഗി എഴുന്നേൽപ്പിച്ചു, മറ്റുള്ളവരെ നീ രക്ഷിച്ചു, നിന്നെ തന്നെ രക്ഷിപ്പാൻ നിനക്ക് കഴിയില്ലേ? അപ്പോഴാണ് മൂന്നാമത്തെ വൃന്ദം മാലാഖമാർ പാടുന്നത്, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്നവർ പാടുകയാണ്. അപ്പോഴാണ് താഴെ നിൽക്കുന്നതായ ആ അരമത്യാക്കാരൻ യോസേപ്പും സംഘവും ഏറ്റുപാടുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ എന്ന് പാടുകയാണ്. നമ്മളുടെ ആ പ്രാർത്ഥനയിൽ ഒരു വർഷം ഒരു യാക്കോബായക്കാരൻ 7 നേരത്തെ ആ പ്രാർത്ഥനയിലെ കൗമയിൽ വെച്ച് ചെല്ലുന്നതനുസരിച്ച് മറ്റുള്ള ശുശ്രൂഷകളെ സംബന്ധിക്കുമ്പോൾ ചെല്ലുന്നത് എല്ലാം കൂടെ കൂട്ടി നമ്മൾ ആരാധനാ സഹായിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. 14,007 പ്രാവശ്യം ഈ പ്രാർത്ഥന ഓരോ വിശ്വാസിയും ഏറ്റുചൊല്ലുന്നുണ്ട്. പക്ഷെ നമ്മളത് ചിന്തിക്കണം, ദൈവമേ ഈ പ്രാർത്ഥനയുടെ ആ ആഘാതത്തിലേക്ക് ഇറങ്ങുവാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് ഏറെ നല്ലതാണ്. അതുപോലെ ഈ പ്രാർത്ഥന നമ്മുടെ കർത്താവിനോട് നാം ചെല്ലുമ്പോൾ ത്രൈശുദ്ധ കീർത്തനത്തിൻ്റെ സമയത്ത്, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞാൻ എത്ര പാപിയാകുന്നു, അതേപോലുള്ളതായ ധ്യാനചിന്തകൾ നമ്മൾ നമ്മളത് ഏറ്റുചൊല്ലുന്നതും അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നത് ഏറെ നന്നായിരിക്കും. യെശയ്യാവ് 6:3 നിന്നാണ് ഈ ഭാഗം എടുത്തിരിക്കുന്നത് എന്നൊരഭിപ്രായമുണ്ട്. ഈ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ഒരു വിശുദ്ധ പിതാവ് ഇങ്ങനെ എഴുതിയതായി വായിച്ചിട്ടുണ്ട്. കൊസ്തന്തീനോപ്പോലിസ് നഗരത്തിൽ ഉഗ്രമായൊരു കൊടുങ്കാറ്റുണ്ടായ സമയത്ത് അത് മാലാഖമാർ അതിന് നിശേഷം കൊടുങ്കാറ്റിനെ നശിപ്പിക്കുവാനുള്ള ഒരു അവസ്ഥാ വിശേഷമുണ്ടായപ്പോൾ മാലാഖമാർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു എന്ന് ഏറ്റുചൊല്ലിയപ്പോൾ ആ 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുന്നത് കേട്ടു. ഈ പ്രാർത്ഥന കേട്ടയുടൻ ദൈവകോപം ശമിക്കുന്നതായും വളരെയധികം നാശങ്ങൾ വരുത്തിക്കൊണ്ടിരുന്ന കാറ്റ് ശമിച്ചതായും ആ പിതാവ് പറയുകയുണ്ടായി. വിശുദ്ധ ഇസഹാക്ക് എന്ന അന്ത്യോക്യയിലെ വിശുദ്ധ ഇസഹാക്ക് എഴുതുന്നുണ്ട്, ഇതേപോലെ പാട്ട് പാടുന്ന ഒരു പക്ഷി കടൽ തീരത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ പാട്ട് അതെ ത്രൈശുദ്ധ കീർത്തനം. അത് എത്ര മനോഹരമായി 2 വശത്തുമായി നിന്ന് സ്ത്രീകളും പുരുഷന്മാരുടെ വശത്തായി നിന്ന് പാടുന്നതായ ആ പാട്ട് നമ്മുടെ പരിശുദ്ധ പിതാവായ അന്ത്യോക്യയുടെ മാർ ഇഗ്നാത്യോസ് നൂറോനോയ്ക്കുണ്ടായ മഹത്തായ ദർശനം, അത് മുഖാന്തരം ക്രമീകരിക്കപ്പെട്ടതായ ആ പ്രാർത്ഥന ഇന്ന് ഓരോരുത്തരും അത് 14,007 പ്രാവശ്യം ഒരു വർഷം തന്നെ ആ പ്രാർത്ഥന ഏറ്റുചൊല്ലുന്നത്, ആ പ്രാർത്ഥനയിൽ അടങ്ങിയിരിക്കുന്നതായ ദൈവിക സത്യങ്ങൾ, അത് നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വത്തെ ഏറ്റുപറയുന്നത്, നമുക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടു എന്നുള്ളതായ വലിയ സത്യത്തെ ഉൾക്കൊള്ളുന്നത്, ഞങ്ങളുടെ മേൽ പല ശാപത്തിൻ്റെയും മക്കളായി നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി യാചിക്കുന്നതെല്ലാം ഈ പ്രാർത്ഥനയിലുണ്ട്. ആ മനോഹരമായ ത്രൈശുദ്ധ കീർത്തനം അത് അച്ഛൻ 2ാമതായിട്ട് വിശുദ്ധ കുർബാനയിൽ ചെല്ലുന്നു. ത്രൈശുദ്ധ കീർത്തനം കഴിയുമ്പോൾ ഉടനെ തന്നെ അത് 3 കുറിയലായിസോൻ 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 എന്ന് പറയുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ളതായ കർത്താവിൻ്റെ ജനനം ആഘോഷിച്ചതുപോലെ തന്നെ മാമോദീസായെയും കൊണ്ടാടിയെന്ന് ആദ്യത്തെ ആ ഭാഗത്ത് ഒരു വ്യാഖ്യാനമുണ്ട്. മാമോദീസ കഴിഞ്ഞ് അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് ചെന്ന യേശുവിനുണ്ടായ 3 പരീക്ഷകളെ ജയിച്ചതിനെ, പിശാചിനെ ആട്ടിയോടിച്ചതിനെയാൽ ഈ 3 കുറിയലായിസോൻ ചെല്ലുന്നതെന്നും, പിന്നെ മറ്റൊന്ന് ഈ സ്വർഗീയ ആരാധനയിൽ സംബന്ധിപ്പാനുള്ളതായ വലിയ കരുണയ്ക്ക് വേണ്ടിയുള്ളതായ ആ അപേക്ഷയാണ് ഇത് എന്നും പറയപ്പെടുന്നു. ആ 3 കുറിയലായിസോൻ നാം ചെല്ലുന്നു. പ്രാരംഭം അങ്ങനെ വിശുദ്ധ കുർബാനയുടെ പ്രാരംഭത്തിലേക്ക് നാം പ്രവേശിച്ചു. വീണ്ടും വചന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. വചന ശുശ്രൂഷ നമ്മൾ ആരംഭത്തിൽ ചിന്തിച്ചതാണ്. വിശുദ്ധ കുർബാനയിൽ കൗമായുണ്ട്, ഗീതങ്ങളുണ്ട്, വായനയുണ്ട്, അതിനകത്ത് പ്രസംഗമുണ്ട്, അതിനകത്ത് ബലിയുണ്ട്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചതാണ്. ഇവിടെ വായനയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും ശേഷം എന്ന് തുടങ്ങിയതായ ആ പാട്ട് ചൊല്ലുകയാണ് ചെയ്യുന്നത്. സ്ലീഹന്മാർ പോയി ജാതികളുടെ ഇടയിൽ ഭൂതലസീമയോളം
നല്ലവൻ ഗേലിയോൻ കർത്താവിനെക്കുറിച്ച് കൈക്കൊള്ളുന്നവർക്കൊക്കെയും ഭാഗ്യം, ഇതാ സ്വർഗം മഹാരാജ്യം എന്ന് പറയുകയാണ്. ദൈവത്താൽ അയക്കപ്പെട്ടവരായ സ്നേഹന്മാർ ഭൂമിയിൽ എല്ലായിടത്തും പോയി ഭൂമിയിലെ അതിർത്തികൾ വരെയുള്ള ജാതികളുടെ ഇടയിൽ ചെന്ന് സുവിശേഷം അറിയിച്ചു. ഇത് സ്വീകരിക്കുന്നവർക്ക് ഭാഗ്യവും സ്വർഗരാജ്യവും ലഭിക്കുന്നു എന്നുള്ളതായ ആ മനോഹരമായ പാട്ട്. ഈ ഗീതഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 16:15 വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28:20 വാക്യങ്ങളാണ്. നമ്മുടെ ഈ വേദഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളെല്ലാം ഓരോ കർമ്മങ്ങളും ദൈവവചനത്താൽ അധിഷ്ഠിതമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ആരംഭത്തിൽ മുതൽ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന പ്രാർത്ഥന അത് എല്ലാം നീതിമാന്മാരുടെ കൂടാരത്തിൽ അത് എല്ലാം സങ്കീർത്തനങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതായ ആ പ്രാർത്ഥനകൾ ഏത് ഭാഗം നോക്കിയാൽ യഹോവേ ഞാൻ നിൻ്റെ യാഗപീഠത്തെ വലം വയ്ക്കുന്നു അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഈ പാട്ട് തന്നെ എടുത്തിരിക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 16:15 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 എന്നുള്ള ഭാഗങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത് രണ്ടാമതായി പൊതുവിനെഴുതിയതായ ലേഖനങ്ങളാണ് വായിക്കുന്നത്. വടക്ക് വശത്ത് നിന്നുകൊണ്ട് വായിക്കുന്നതായ വേദഭാഗങ്ങൾ അപ്പോസ്തല പ്രവർത്തികൾ അല്ലെങ്കിൽ 1 പത്രോസ് 2 പത്രോസ് യാക്കോബ് 1, 2, 3 യോഹന്നാൻ യൂദായുടെ ലേഖനങ്ങൾ എന്നുള്ളതിനെ അനുസ്മരിച്ചുകൊണ്ട് പൊതുവിനെഴുതിയതായ ആ ലേഖനങ്ങളാണ് വായിക്കുന്നത്. ആദ്യം കർത്താവ് യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചതിനെ പറ്റിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. സ്ലീഹ വായിക്കുന്നത് സ്ലീഹ വായിക്കുന്നു. എത്ര മനോഹരമാണ്! അത് കൈക്കൊള്ളുന്നവർക്ക് ഭാഗ്യമാണ് ആ സുവിശേഷം. നമ്മുടെ കർത്താവിൻ്റെ ആ സുവിശേഷം ഇതാ പാപമോചനം എന്ന് മാത്രമല്ല, ചെയ്ത പാപങ്ങൾക്കൊക്കെ മോചനം. പാപം ചെയ്തതെന്നുള്ള പഴയ നിയമ ന്യായപ്രമാണം കിട്ടിയപ്പോൾ മോശയുടെ മുഖം അത്യന്തം തേജസ്സുള്ളതായെങ്കിൽ പാപം ചെയ്ത പാപിയോട് ഇതാ നിനക്ക് മോചനം എന്ന് പറയുന്ന സുവിശേഷം എത്രയോ ഉന്നതമാണ്. പാപമോചനം മാത്രമല്ല, രക്ഷാ സുവിശേഷത്തിൻ്റെ മനോഹരമായ ഭാഗങ്ങളാണ്. ആദാമിക വീഴ്ചയിൽ എന്തെല്ലാം സംഭവിച്ചു അതിനേക്കാൾ ഉയർത്തുന്നതായ ദൈവിക രക്ഷ. വീണ്ടും കർത്താവ് പറയുന്നുണ്ട്, അത് സുവിശേഷത്തിൻ്റെ നല്ലൊരു സദ്വർത്തമാനം. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു, സ്വർഗമഹാരാജ്യം. അതാണ് ആ പാട്ടിൽ പ്രത്യേകം പറയുന്നത്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവം അതിനകത്തുണ്ട്. കർത്താവ് പരിശുദ്ധ ത്രിത്വമുണ്ട്, ദൈവമാതാവുണ്ട്, വിശുദ്ധന്മാരുണ്ട്, മാലാഖമാരുണ്ട്, വാങ്ങിപ്പോയ വിശുദ്ധന്മാരും വിശ്വാസികളും എല്ലാം ഉൾക്കൊള്ളുന്ന നിത്യരാജ്യത്വമാണ്. അതെത്രയോ വലിയ സുവിശേഷമാണ്. ആ ഭാഗങ്ങളെല്ലാമാണ് ഈ പാടുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ എന്താണ് ശ്ലീഹ പറയുന്നത്? തെക്കുവശത്തും വടക്കുവശത്തും വായിക്കുമ്പോഴും മദ്ബഹായിൽ നിന്ന് വായിക്കാതെ ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങി വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? അപ്പോസ്തലന്മാർ സഹീയോൻ മാളികയിൽ കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ച് 10 ദിവസം കാത്തിരുന്നു. അവർ കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ ശക്തി പ്രാപിച്ചതിന് ശേഷമാണ് അവർ ആ ദൂതുമായിട്ട് ആ മാളികയിൽ നിന്ന് താഴോട്ടിറങ്ങി എന്ന് കാണിക്കാനായിട്ട് സഹീയോൻ മാളികയിൽ കൂടിയിരുന്നപ്പോഴാണല്ലോ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന് ലഭിക്കുന്നത്. ആ മാളികയിൽ നിന്ന് അവർ താഴോട്ടിറങ്ങി എന്ന് കാണിക്കുവാനായിട്ട് മദ്ബഹായുടെ ഒരു സ്റ്റെപ്പ് താഴെ നിന്നുകൊണ്ടാണ് ആ രണ്ട് സ്ലീഹായും വായിക്കപ്പെടുന്നത്. ഇവിടെ വായിക്കുമ്പോൾ ഹബീബായി എൻ്റെ വാത്സല്യമുള്ളവരെ എന്നാണ് ചൊല്ലുന്നത് നമ്മൾ ആ ഭാഗത്ത്. അതെ, സ്ലീഹന്മാർ പോയി ദൈവത്താൽ പ്രേരിതരായ ഭൂതല സീമയോൾ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവർ സുവിശേഷം അറിയിച്ചു. വിശുദ്ധ പത്രോസ്ലീഹ റോമിൽ അന്ത്യോക്യയിൽ, വിശുദ്ധ അന്ത്രയോസ് ശ്ലീഹ ഏഷ്യ മൈനാർ, കപ്പദോക്യ, ഗലാത്യ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ, വിശുദ്ധ യാക്കോബ് യഹൂദ്യ, സമരിയ, സ്പെയിൻ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഫേസൂസ്, ഏഷ്യ മൈനാർ, വിശുദ്ധ ഫിലിപ്പോസ്, പേർഷ്യ, ഏഷ്യ മൈനാർ, ഹിറോപോലിസ്, ബർത്തോലോമായി അറബി രാജ്യങ്ങൾ, ഏഷ്യ മൈനാർ, വിശുദ്ധ മത്തായി യഹൂദ്യ, എത്യോപ്യ, വിശുദ്ധ തോമസ്, പേർഷ്യ, ഇന്ത്യ, മലാഖ, വിശുദ്ധ യാക്കോബ് അറേബ്യ, ഈജിപ്റ്റ്, വിശുദ്ധ സെമോൻ ആഫ്രിക്ക, യൂറോപ്പ്, സിറിയ, വിശുദ്ധ ദത്തായ അറേബ്യ, പേർഷ്യ, അർമേനിയ, വിശുദ്ധ മത്തായി കപ്പദോക്യയിലും അബ്സീനിയയിലും. നോക്കിക്കേ, ഇവിടെ എല്ലാം പോയി സുവിശേഷം അറിയിച്ചു. മനോഹരമായ ഗീതങ്ങൾ പാടി സ്ലീഹ വായിച്ചു. ഒന്നാമത്തെ സ്ലീഹ വായിച്ചു. രണ്ടാമത്തെ വായനയിലേക്ക് സ്ലീഹ വായിപ്പാനായിട്ട് തുടങ്ങുകയാണ്. അത് പൗലോസ് സ്ലീഹ ധന്യം ചൊൽകട്ടെ നിദേവം. അതെ, ആ പാട്ട് ചൊല്ലുന്നു. ഈ വേദഭാഗം എടുത്തിരിക്കുന്നത് ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 9 വരെയുള്ള വേദഭാഗങ്ങളിൽ നിന്നാണ്. കണ്ടോ, എല്ലാം ദൈവ വചനത്തിൽ അധിഷ്ഠിതമാണ്. ധന്യനായ പൗലോസ് സ്ലീഹ പറഞ്ഞ വചനം ഞാൻ കേട്ടു. നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതല്ലാതെ മറ്റെന്തെങ്കിലും ആരെങ്കിലും വന്ന് അറിയിച്ചാൽ അത് സ്വർഗത്തിലെ ദൂതനായാൽ പോലും അവൻ സഭയുടെ ശാപമേൽക്കും. പലവിധത്തിലുള്ള ഉപദേശങ്ങൾ ഈ ഭൂമിയിൽ മുളച്ചു പരക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ഉപദേശം മാത്രം ആരംഭിച്ച് അവസാനിപ്പിക്കുന്നവനാണ് അനുഗ്രഹീതനെന്ന് പറയുകയാണ്.
ഈ വേദഭാഗം ഗലാത്യ 1:7-8 ഭാഗങ്ങളിൽ നടത്തിയെടുത്തിട്ടുള്ളതാണ്. രണ്ടാമതായി വേദഭാഗം വായിക്കുമ്പോൾ ആഹാ എൻ്റെ സഹോദരന്മാരെ എന്നാണ് പറയുന്നത്. മൂന്നാമതായി ഈ ശ്ലീഹ വായിക്കുമ്പോൾ വിശുദ്ധനായ പൗലോസ് ശ്ലീഹായുടെ 14 ലേഖനങ്ങളിൽ നിന്നാണ് വായിക്കുന്നത്. കാരണം ജാതികളോട് സുവിശേഷം അറിയിച്ചത് പൗലോസ് അപ്പോസ്തലനാണ്. അതാണ് തെക്കുവശത്ത് ആദ്യ യഹൂദന്മാരോട് സുവിശേഷം അറിയിച്ചതിനെക്കുറിച്ചുള്ള വായനയായിരുന്നു. ഇപ്പോഴേ ജാതികളോട് സുവിശേഷം അറിയിച്ചതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു. ഇവിടെയും താഴെ ഒരു സ്റ്റെപ്പ് താഴെ ഇറങ്ങി നിന്നുകൊണ്ടാണ് ശ്ലീഹ വായിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. എത്രയോ അർത്ഥവത്താണ്. പലതരത്തിലുള്ള ഉപദേശങ്ങൾ ഈ ലോകത്ത് ഇന്ന് വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് തരുന്നതായ മുന്നറിയിപ്പാണ്. ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, ആലോചനകൾ ഇവയ്ക്ക് കണക്കില്ല. ദൂരത്ത് നിന്ന് സമീപത്ത് നിന്ന് അവ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. അറിവോടും അറിവുകൂടാതെ അവ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് സ്ഥാനം പിടിക്കുന്നു. തൽഫലമായി നിങ്ങൾ ലക്ഷ്യം തെറ്റി സംസാരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. അപ്പോൾ ഇന്നത്തെ പല മീഡിയാസുകളിലെല്ലാം പലതരത്തിലുള്ളതായ ആശയങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ച് നടക്കുന്നവനാണ് ഭാഗ്യവാന്. അത് പ്രിയമുള്ളവരെ, തീവണ്ടി റെയിൽ പാളത്തിലൂടെ പോകുന്നതാണ് അതിൻ്റെ സ്വാതന്ത്ര്യം. എപ്പോഴത് റെയിൽ പാളത്തിൽ നിന്നും തെറ്റി പോകുന്നുവോ അപ്പോൾ നിലത്ത് പുതഞ്ഞു പോകും. ഇതുതന്നെയാണ് ദൈവവചനത്തിൽ അധിഷ്ഠിതമാകാത്ത ജീവിതങ്ങളാകട്ടെ, കുടുംബങ്ങളാകട്ടെ, വ്യക്തികളാകട്ടെ, രാഷ്ട്രങ്ങളാകട്ടെ, സകലതും തകർന്നു പോകും. അതാണ് ഈ പാട്ടിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പലതരത്തിലുള്ള ആശയങ്ങൾ. പിശാച് ഏദൻ തോട്ടത്തിൽ അവനെ മനുഷ്യനെ വഞ്ചിപ്പാനായിട്ട് ഏറ്റവും കൗശലമേറിയ പാമ്പിനെ തന്നെയാണ് ഉപയോഗിച്ചത്. അതിൽ കൂടെയാണ് പല ആശയങ്ങൾ വന്നതുപോലെ വീഴ്ച ഉള്ളത് ലോകത്ത്. ദൈവത്തിൻ്റെ വചനമാണ് വളരെ പ്രാധാന്യം. ഈ ഭാഗം വരെയും ചിന്തിച്ച് നമുക്കിന്ന് അവസാനിപ്പിക്കാം. തുടർന്നുള്ള മനോഹരമായ അടുത്ത വായനയുടെ ഭാഗം വിശുദ്ധ എവങ്കേലിയോൻ അടുത്ത ഭാഗത്തായിട്ട് ചിന്തിക്കാം. ദൈവതിരുനാമം ഉപരി മഹത്വപ്പെടുമാറാകട്ടെ. നന്ദി അറിയിക്കുന്നതിനായി മൊറിഗ്നീഷ്യസ് കുടുംബ യൂണിറ്റ് അംഗം സൂസൻ കെ അനിലിനെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഇന്ന് നമ്മുടെ ഈ സന്ധ്യാവേളയിൽ നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ രക്ഷാധികാരിയായി മാറി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ഗ്രിഗറി അച്ഛനോട് ആദ്യമായി കുടുംബ യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം യൂണിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ കോവിഡ് കാലത്ത് പോലും ക്ലാസ്സുകളെടുത്ത് നമ്മെ ധന്യമാക്കിയ, ക്ലാസ്സിൻ്റെ പ്രമുഖ വിഷയമായ പ്രാർത്ഥനയും അതുപോലെ തന്നെ കുടുംബ ആരാധനയും സംബന്ധിക്കുന്ന ദൈവിക ക്ലാസ്സുകളെടുത്ത് നമ്മെ ധന്യമാക്കുന്ന നമ്മുടെ പത്രോസ് ചേട്ടൻ, ദേവാലയത്തിൻ്റെ ഭാഗങ്ങളെക്കുറിച്ചും ദേവാലയ ക്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം വളരെ മനോഹരമായ ക്ലാസ്സുകൾ നമുക്ക് തന്നു. ഈ ഒരു അവസരത്തിൽ നമുക്ക് കുർബാനയെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചു, കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ദേവാലയ ഭാഗങ്ങളെക്കുറിച്ചും കുടുംബ അന്തരീക്ഷത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും എല്ലാം അദ്ദേഹം ഓരോന്നോരോന്നായി കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പത്രോസ് ചേട്ടനോട് അധികമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ യൂണിറ്റ് ഇത്രയും മനോഹരമായി മുന്നോട്ട് പോകുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുവ ശക്തിയെക്കുറിച്ച് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാതെ വിട്ടുപോയാൽ അത് ധന്യമാവുകയില്ല. ക്രിസ്തീയ ദൈവിക പശ്ചാത്തലം അവരിലൂടെ വളരട്ടെ, അവർ നമ്മുടെ ഇടവകയുടെ ഭാഗമായി തീരട്ടെ എന്ന് ഞാൻ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ ഓൺലൈൻ രീതിയിൽ ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഈ തരം ക്ലാസ്സുകൾ കാണുവാനും കേൾക്കുവാനും യൂണിറ്റിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും വിലയിരുത്തുവാനും ഒക്കെ അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏവരോടും അതോടൊപ്പം ഇത് വീക്ഷിക്കുന്ന എല്ലാ നല്ലവരായ സന്മനസ്സായ നമ്മുടെ സഭാംഗങ്ങളോടും ദേവാലയത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും ഭംഗിയായി പ്രവർത്തിക്കുന്ന ദൈവിക മക്കളോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സമാപന പ്രാർത്ഥനയോടെ ഈ യോഗം നമുക്ക് അവസാനിപ്പിക്കാം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ യോഗം പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ ഇത്രയും ആദരണീയനായിരിക്കുന്ന പത്രോസ് ചേട്ടനോടുള്ള സ്നേഹവും നന്ദിയും ഇടവയ്ക്ക് വേണ്ടി കുടുംബ യൂണിറ്റുകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരുടെയും പേരിൽ അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നാളെ മുതൽ വലിയ നോമ്പിൻ്റെ ശ്രേഷ്ഠമായ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത്. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ നാളുകൾ കഴിച്ചു കൂട്ടുവാനായിട്ട് എല്ലാവരും പരിശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് യോഗം പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി
അനവധിയായി സ്തോത്രം നാഥാ. കൃപ വേണം ഞങ്ങളിലെന്നും. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം ഓരോരുത്തരോടുകൂടി നമ്മളായിരിക്കുന്ന ഭവനങ്ങളോടും ജീവിത സംരംഭങ്ങളോടും പ്രാർത്ഥനാ വിഷയങ്ങളോടും ദൂരത്തും ചാരത്തുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുകൂടിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.